ജയ്പൂർ ഭരണാധികാരികളുടെ ഒരു രാജകീയ വസതിയും മുൻ ഭരണ ആസ്ഥാനവുമാണ് ജയ്പൂർ സിറ്റി പാലസ്. 400 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സിറ്റി പാലസിനുള്ളിൽ കയറി. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പൊതുവായ സന്ദർശന സമയമെങ്കിലും ലൈറ്റുകൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന കൊട്ടാര കാഴ്ചകൾക്കായി രാത്രി 7 മണി മുതൽ 10 മണി വരെയും ഇവിടെ സന്ദർശനം അനുവദിക്കുന്നുണ്ട്. സിറ്റി പാലസിലെ കാഴ്ചകൾ ആരംഭിക്കുന്നത് ഈ മുബാറക് മഹലിൽ നിന്നാണ്. ഭരണം നിലനിന്നിരുന്ന സമയത്ത് വിദേശ അതിഥികളെ സ്വീകരിക്കുന്നതിനായി നിർമ്മിച്ച വലിയൊരു ഹാളാണിത്. ഇതിപ്പോൾ ലൈബ്രറിയായും മ്യൂസിയം ഓഫീസായും പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ താഴത്തെ നില മ്യൂസിയത്തിൻ്റെ ഭാഗമായി ഒരു ടെക്സ്റ്റൈൽ ഗാലറിയായി പ്രവർത്തിക്കുന്നു. രാജകുടുംബത്തിന്റെ വിവാഹ വസ്ത്രങ്ങൾ, തലപ്പാവുകൾ, സ്വർണ്ണനൂലിൽ കോർത്ത കൈത്തറി വസ്ത്രങ്ങൾ, പശ്മിന പരവതാനികൾ, പട്ടുവസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മഹാരാജ സവായ് മാൻസിംഗ് പോളോ കളിക്കിടയിൽ ധരിച്ചിരുന്ന സ്പോർട്സ് വസ്ത്രങ്ങളും ഇവിടെ കാണാം. ജയ്പൂർ ഭരിച്ചിരുന്ന കച്ചൗവ രാജവംശജരുടെ ചിത്രങ്ങളും ഫോട്ടോകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിലും ഭരണതന്ത്രത്തിലും മാത്രമല്ല, സംഗീതത്തിലും കലയിലും ഈ രാജവംശജർ മികവ് കാണിച്ചിരുന്നു എന്നതിന് തെളിവാണ് അവർ ഉപയോഗിച്ചിരുന്ന വിവിധ തരത്തിലുള്ള ഈ സംഗീതോപകരണങ്ങൾ. കൂടാതെ ധീരതയുടെ അടയാളമായി അവർ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങളുടെ ശേഖരവും ഇവിടെ കാണാം. വാളുകൾ, പരിചകൾ, വലിയ തോക്കുകൾ, 4 ബാരലുകളുള്ള പിസ്റ്റലുകൾ തുടങ്ങിയവയുൾപ്പെടെ രജപുത്ര, മുഗൾ ചക്രവർത്തിമാരുടെ ആയുധങ്ങളും സിലഹഖാന എന്നറിയപ്പെടുന്ന ഈ ആയുധ ശേഖരത്തിൽ കാണാൻ സാധിക്കും. യൂറോപ്പിൽ നിന്നുള്ള വ്യത്യസ്ത തരം ആയുധങ്ങളും യുദ്ധസാമഗ്രികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആനയുടെയും ഒട്ടകത്തിൻ്റെയും എല്ലാം പുറത്തിരുന്ന് ആക്രമിക്കാൻ തക്ക രീതിയിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ വലിയ നീളമുള്ള ആയുധങ്ങൾ കൗതുകമുള്ളതായിരുന്നു. രാജകുടുംബത്തിലെ ചെറിയ കുട്ടികളെ യുദ്ധമുറകൾ പരിശീലിപ്പിക്കുന്നതിനായിട്ട് തയ്യാറാക്കിയ ചെറിയ വാളും പരിചയം കണ്ടു. അത് അക്കാലത്തെ യുദ്ധവീര്യം വെളിവാക്കുന്നവ തന്നെയായിരുന്നു. പല ആയുധങ്ങളുടെയും കൈപ്പിടികളിലും ബ്ലേഡുകളിലും വരെ കൊത്തുപണികൾ ചെയ്തു ഭംഗിയാക്കിയിട്ടുണ്ട്. അലങ്കാരത്തിനായിട്ട് മാത്രം സ്വർണത്തിലും വെള്ളിയിലും പണിത ആയുധങ്ങൾ പഴയ പ്രൗഢിയോടെ തന്നെ ഈ ആയുധശേഖരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആയിരത്തി 1727 മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമന്റെ ഭരണകാലത്താണ് ജയ്പൂർ നഗരം സ്ഥാപിതമാകുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ഈ പാലസിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 1732 നിർമ്മാണം പൂർത്തിയായ വിശാലമായൊരു കൊട്ടാര സമുച്ചയമാണിത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ജയ്പൂർ ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയായിരുന്നു. 1949 രാജസ്ഥാൻ സംസ്ഥാനം ഔദ്യോഗികമായി രൂപീകൃതമാകുന്നതുവരെ ഈ സിറ്റി പാലസ് ആയിരുന്നു ജയ്പൂരിന്റെ ഭരണസിരാ കേന്ദ്രം. ഇതാണ് സർവതോഭദ്ര അഥവാ ദിവാനി ഖാസ് എന്നറിയപ്പെടുന്ന കൊട്ടാരത്തിന്റെ ഒരു ഭാഗം. രാജകൊട്ടാരത്തിലെ സ്വകാര്യ ചടങ്ങുകൾക്കും
ഭരണസംബന്ധമായിട്ടുള്ള ചർച്ചകൾക്കും വേദിയായ നിരവധി ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഹാൾ. ഇവിടെ 5.5 അടിയോളം ഉയരമുള്ള 2 കൂറ്റൻ വെള്ളി പാത്രങ്ങൾ നമുക്ക് കാണാനാകും. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളിപ്പാത്രങ്ങൾ എന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഇവയോരോന്നിനും 4000 ലിറ്ററോളം ശേഷിയുണ്ട്. 1902 മഹാരാജ സവായ് മാധവ് സിംഗ് തന്റെ ഇംഗ്ലണ്ട് സന്ദർശനത്തിൽ തന്റെ ആവശ്യങ്ങൾക്കായി ഗംഗാജലം കൊണ്ടുപോകുന്നതിനായിട്ട് പ്രത്യേകം നിർമ്മിച്ചതാണ് ഗംഗാജലികൾ എന്നറിയപ്പെടുന്ന ഈ ഭരണികൾ. മുഗൾ രജപുത്ര വാസ്തുവിദ്യാ ശൈലികൾ ഈ കൊട്ടാരത്തിന്റെ നിർമ്മിതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മഹാരാജ സവായ് മാൻസിംഗ് രണ്ടാമൻ മ്യൂസിയം ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ കൊട്ടാര സമുച്ചയം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ജലീബ് ചൗക്കിനടുത്തുള്ള ഉദയ്പോൾ, ജന്തർ മന്ദിറിനടുത്തുള്ള വീരേന്ദ്രപോൾ, അതുപോലെ ട്രിപ്പോളിയ എന്നീ കവാടങ്ങളാണ് ഈ സിറ്റി പാലസ് സമുച്ചയത്തിലേക്ക് തുറക്കുന്നത്. ഇതിൽ ട്രിപ്പോളിയ എന്ന 3 ഗേറ്റുകൾ രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമായി നീക്കിവെച്ചിട്ടുള്ളതാണ്. സാധാരണക്കാർക്കും സന്ദർശകർക്കും ഉദയ്പോളിലൂടെയും വീരേന്ദ്രപോളിലൂടെയും മാത്രമാണ് പ്രവേശനം അനുവദിച്ചത്. സിറ്റി പാലസ് സമുച്ചയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന ചന്ദ്രമഹൽ. സുഖനിവാസ്, ശോഭാനിവാസ്, ഛവി നിവാസ്, ശ്രീനിവാസ് തുടങ്ങി 7ഓളം നിലകളും ഏറ്റവും മുകളിലായി മുകുട്ട് മന്ദിർ എന്ന ഒരു മണ്ഡപവും കൂടിയതാണ് ഈ ചന്ദ്രമഹൽ. ജയ്പൂരിന്റെ രാജകീയ പതാക ഇപ്പോഴും ഇതിനു മുകളിൽ ഉയർത്തിയിട്ടുണ്ട്. ചന്ദ്രമഹൽ ഇപ്പോൾ രാജകുടുംബത്തിന്റെ സ്വകാര്യ വസതിയായി ഉപയോഗിക്കുന്നതിനാൽ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കാറില്ല. ചന്ദ്രമഹലിലേക്ക് പ്രവേശനം നൽകുന്ന ഈ നടുമുറ്റമാണ് പ്രീതം നിവാസ്. 4 ചെറിയ കവാടങ്ങളുള്ള ഒരു മതിൽ ഇവിടെ കാണാം. ഹൃദി സിദ്ധി പോൾ എന്നറിയപ്പെടുന്ന ഋതുക്കളുമായും ദേവതകളുമായും ബന്ധപ്പെട്ട കവാടങ്ങളാണിവ. ഇവിടെ വടക്ക് കിഴക്കുള്ള മയിൽ കവാടം ശരത് കാലത്തെ പ്രതിനിധീകരിക്കുകയും മഹാവിഷ്ണുവിനായിട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തെക്കുകിഴക്ക് കാണുന്ന താമര കവാടം വേനൽക്കാലത്തെ പ്രതിനിധീകരിക്കുകയും ശിവപാർവതിമാർക്കായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറുള്ള പച്ച കവാടം അല്ലെങ്കിൽ ലഹരിയ കവാടം വസന്തകാലത്തിനായും അതുപോലെ ഗണപതിക്കായും സമർപ്പിച്ചിട്ടുള്ളതാണ്. തെക്കു പടിഞ്ഞാറുള്ള റോസ് കവാടമാകട്ടെ ശീതകാലത്തെ പ്രതിനിധീകരിക്കുകയും ദേവിക്കായി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സിറ്റി പാലസിലെ കാഴ്ചകളിൽ ഏറ്റവും പ്രൗഢമായ ഒന്നാണ് ഈ കാണുന്ന സഭാനിവാസ്. പണ്ട് ജയ്പൂർ രാജാക്കന്മാർ പ്രജകളെ നേരിൽ കാണുകയും വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുകയും ചെയ്തിരുന്ന വിശാലമായൊരു രാജസഭ. മധ്യഭാഗത്ത് 2 സിംഹാസനങ്ങളും ചുറ്റും ഇരിപ്പിടങ്ങളുമുള്ള വലിയൊരു ഹാൾ. ഇവിടെ ചുമരുകളിൽ ജയ്പൂർ രാജാക്കന്മാരുടെയും മറ്റും പെയിന്റിങ്ങുകളും ഭരണാധികാരികളുടെ നേട്ടങ്ങളെ കാണിക്കുന്ന സൈനിക മെഡലുകളും പോളോ ട്രോഫികളും കാണാം. പഴയകാല ആയുധങ്ങൾ പല ജ്യാമിതീയ രൂപങ്ങളിലും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വലിയ കമാന ആകൃതിയിലുള്ള ചുമരുകൾ, മാർബിൾ തൂണുകൾ, മനോഹരമായി പെയിന്റ് ചെയ്ത പ്ലാസ്റ്റർ സീലിംഗുകൾ എന്നിവയെല്ലാം ഈ സഭാമഹലിനെ പ്രൗഢമാക്കുന്നുണ്ട്. ഹാളിന്റെ തെക്കേ അറ്റത്തുള്ള ജാലികളിലൂടെയായിരുന്നത്രേ സ്ത്രീകൾ ഹാളിലെ സഭാ നടപടികൾ നിരീക്ഷിച്ചിരുന്നത്.
രാജഭരണകാലത്തെ സുപ്രധാന തീരുമാനങ്ങൾക്കും ഭരണപരമായ പല നാഴികക്കല്ലുകൾക്കും സാക്ഷ്യം വഹിച്ച ജയ്പൂർ സിറ്റി പാലസ്. ഈ കൊട്ടാര കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ജന്തർ മന്ദറിലേക്ക് പോകാൻ ഒരുങ്ങി. ഒരത്ഭുതമായ പഴയകാല ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണിത്. ജന്തർ മന്ദറിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ്.